അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് സെക്കൻഡ് ടേം 2024-25 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആക്ടിവിറ്റി, സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെൻറ്റ് പ്ലേസസ്. What are the different methods of seed dispersal? അതായത് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്തുവിതരണം. വിത്തുവിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ ഏതെല്ലാം? ഒന്ന് ബൈ അനിമൽസ്, പിന്നെ ബൈ വിൻഡ് എന്ന് വെച്ചാൽ കാറ്റ്. മൂന്നാമത്തെ ബൈ വാട്ടർ വെള്ളത്തിലൂടെ. 4 ബൈ എക്സ്പ്ലോഷൻ പൊട്ടിത്തെറിച്ച്. ഇനി വാട്ട് ആർ ദ ഫേവറബിൾ ഫീച്ചേഴ്സ് ഓഫ് ദ ഫ്രൂട്ട്സ് ഗിവൺ എബവ് ദാറ്റ് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. ഒരു ഫ്രൂട്ട്സുകളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഫ്രൂട്ട് ഡിസ്പേഴ്സലിന് വിത്ത് വിതരണവുമായി ബന്ധപ്പെട്ട് അതിന് ഫേവറബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് കളറ്, പിന്നെ മധുരം സ്വീറ്റ്, പിന്നെ സ്മെല്ല് നല്ല സ്മെല്ല്, ജ്യൂസി പൾപ്പ് ഉണ്ട് കേട്ടോ. ഇനി എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ പ്ലാന്റ് ദാറ്റ് ബേഴ്സ്റ്റ് ആൻഡ് റിലീസസ് സീഡ്സ് വെൻ ദേ ആർ റൈപ്പൺ. അതായത് പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്തുകൾ പുറത്തു പോയി മുളയ്ക്കുന്നത് ലേഡീസ് ഫിംഗർ വെണ്ട. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, സം മെറ്റീരിയൽസ് ഫോർ ഡൂയിങ് ആൻ എക്സ്പെരിമെൻറ്റ് related to the germination of seed are given below. സ്റ്റീൽ ഗ്ലാസ്, പീ. അപ്പോൾ കുറച്ച് ഒരു എക്സ്പെരിമെൻറ്റുമായിട്ട് വിത്ത് മുളയ്ക്കുന്നതിനുള്ള ഒരു എക്സ്പെരിമെൻറ്റ്, ഒരു പരീക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ കുറച്ച് സാധനങ്ങൾ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ഗ്ലാസ്, പീ എന്ന് പറഞ്ഞാൽ PEA പയറ്, പിന്നെ വെള്ളം വേണം നമുക്ക്, കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വേണം കേട്ടോ. അപ്പോൾ റൈറ്റ് ദ മെറ്റീരിയൽസ് നീഡഡ് ആൻഡ് ദ പ്രൊസീജിയർ ഓഫ് എക്സ്പെരിമെൻറ്റ്. പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണം എങ്ങനെ എഴുതണം. ഫൈൻഡ് ഔട്ട് ദ സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. അതായത് നമുക്ക് ഈ വിത്ത് മുളയ്ക്കാനായിട്ട് സൺലൈറ്റ് വേണം അല്ലേ, അതായത് സൂര്യപ്രകാശം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. എന്തൊക്കെ വേണം സാധനങ്ങൾ? അതായത് സ്റ്റീൽ ഗ്ലാസ് വേണം, പിന്നെ പയറിൻ്റെ വിത്ത് വേണം, കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വേണം, പിന്നെ വെള്ളം വേണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് ഈ പറയുന്നത്. 2 സ്റ്റീൽ ഗ്ലാസ് എടുക്കുക, എന്നിട്ട് കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഈ ഗ്ലാസ്സുകളിൽ വയ്ക്കുക. 3-4 പയറിൻ്റെ വിത്തും ഓരോ ഗ്ലാസ്സിലും വയ്ക്കുക. കണ്ടോ? ടേക്ക് 2 സ്റ്റീൽ ഗ്ലാസ്സസ്, പ്ലേസ് കോട്ടൺ ഓർ ടിഷ്യൂ പേപ്പർ ഇൻസൈഡ് ബോത്ത് ഗ്ലാസ്സസ്. പിന്നെ കീപ് 3 to 4 pea seeds ഓൺ ദ കോട്ടൺ ഇൻ ഈച്ച് ഗ്ലാസ്. സ്പ്രിങ്കിൾ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ. സ്പ്രിങ്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തെളിക്കുക 2 ഗ്ലാസ്സിലും. എന്നിട്ട് എ എന്ന് പറഞ്ഞ ഗ്ലാസ് മാർക്ക് ചെയ്യുക, ബിയും ഗ്ലാസ് മാർക്ക് ചെയ്യുക. ഈ ഗ്ലാസ് എ എന്നുള്ള എഴുതുന്നത് സൺലൈറ്റിൽ കൊണ്ടുവന്ന് വയ്ക്കുക, സൂര്യപ്രകാശത്തിൽ. പിന്നെ ഗ്ലാസ് ബി എന്നുള്ളത് ഒരു ഡാർക്ക് പ്ലേസിൽ, ഇരുണ്ട സ്ഥലത്ത് കൊണ്ടു വയ്ക്കുക, ലൈറ്റ് കിട്ടാത്തടത്ത്. എന്നിട്ട് 2-3-4 ദിവസം കൊണ്ട് അങ്ങനെ 2 ഗ്ലാസ്സിലും നിരീക്ഷിച്ച് നോക്കുക. ഒബ്സർവ് എന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. ഇനി സീഡ്സ് ഇൻ സൺലൈറ്റ് വിൽ ജെർമിനേറ്റ് നോർമലി. സാധാരണ ഇങ്ങനെ നല്ല മുളച്ച് ഇങ്ങനെ വരുന്നത് സൂര്യപ്രകാശത്തിൽ വെച്ചതായിരിക്കും. ഇനി സീഡ്സ് കെപ്റ്റ് ഇൻ ഡാർക്ക്നെസ് വിൽ ജെർമിനേറ്റ് വെരി പുവർലി ഓർ നോട്ട് അറ്റ് ഓൾ. അതായത് ഡാർക്കിൽ വെച്ച് ഇരുണ്ട സ്ഥലത്ത് വെച്ചത് വളരെ സ്ലോ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് ജെർമിനേറ്റ് മുളയ്ക്കില്ല. ഇനി കൺക്ലൂഷൻ എന്താണ് നമ്മൾ എഴുതുക? കൺക്ലൂഷൻ എഴുതണം. കൺക്ലൂഷൻ, സൺലൈറ്റ് ഈസ് നെസസറി. സൺലൈറ്റ് ആവശ്യമുണ്ട്. എന്തിനാ? ഫോർ ദ പ്രോപ്പർ ജെർമിനേഷൻ. കൃത്യമായിട്ടുള്ള വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട്
സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഉദാഹരണം. ഇനി അടുത്തത് അപ്പം ഫ്രം വേർ ബി ക്വസ്റ്റ്യൻ ആണ്. ഫ്രം വേർ ഡസ് ദ പ്ലാന്റ് ഗെറ്റ് ഫുഡ് അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ്സ് ആൻഡ് ഫോംസ് ഇറ്റ്സ് ലീവ്സ്. എവിടെ നിന്നാണ് ഈ സീഡിന് മുളയ്ക്കുമ്പോൾ വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ചെടിക്ക് ആഹാരം ലഭിക്കുന്നത്? ദ സ്റ്റോർഡ് ഫുഡ് പ്രസൻറ്റ് ഇൻ ദ കോട്ടിലിഡൻസ് ഓഫ് ദ സീഡ്. കോട്ടിലിഡൻസ് എന്നാണ് ആ സീഡിൻ്റെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് വിച്ച് പാർട്ട് കംസ് ഔട്ട് ഫസ്റ്റ് വെൻ ദ സീഡ് ജെർമിനേറ്റ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം വരുന്നത് ഏതാണ്? റാഡിക്കിൾ ഗ്രോസ് ഡൗൺവേർഡ് ആൻഡ് ബിക്കംസ് റൂട്ട്. അതായത് താഴത്തേക്ക് വളരുന്നു, എന്നിട്ട് പിന്നീട് അത് വേരായിട്ട് രൂപപ്പെടുന്നു. മൂന്നാമത്തെ ആക്ടിവിറ്റി, കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ നമ്പർ ഓഫ് ഫോക്സസ് കംസ് ഡൗൺ ഇൻ ദ ഫുഡ് വെബ് ഗിവൺ എബവ്. ഈ തന്നിരിക്കുന്നതിൽ കുറുക്കന്മാരുടെ, ഫോക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറുക്കന്മാരുടെ എണ്ണം കുറഞ്ഞു പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് ഈ ഭക്ഷ്യശൃംഖലയിൽ എന്താ സംഭവിക്കുക? ദ നമ്പർ ഓഫ് സ്മോൾ ആനിമൽസ് ആൻഡ് ബേർഡ്സ് വിച്ച് ഫോക്സ് ഈറ്റ്സ് വിൽ ഇൻക്രീസ്. അതായത് ഈ കുറുക്കൻ കഴിക്കുന്നത് ചെറിയ അനിമൽസിനെയും, മൊയിൽ അങ്ങനെയുള്ള ചെറിയ അനിമൽസിനെയും, പിന്നെ ബേർഡ്സ് വിച്ച് ഫോക്സ് ഈറ്റ്സ് വിൽ ഇൻക്രീസ്. അവരുടെ എണ്ണം കൂടും, ഈ ചെറിയ അനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ. അപ്പോൾ ഈ അനിമൽസും ബേർഡ്സും കഴിക്കുന്നത് ഇൻസെക്ട്സിനെയും പ്ലാന്റും ചെടികളും സസ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓവർ കൺസംഷൻ, അവരുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ഈ സസ്യങ്ങൾ പ്രകൃതിയിൽ തന്നെ ഈ പ്ലാന്റ്സ് ഒന്നും ഇല്ലാണ്ടാവും, സസ്യങ്ങളില്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആൻ ഇൻബാലൻസ് വിൽ ഒക്കർ ഇൻ എക്കോസിസ്റ്റത്തിൽ ഒരു ബാലൻസ് ഇല്ലാണ്ട് വരും. ഇനി ബി ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻസ് ഗിവൺ ബിലോ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ഗ്യാസസ് മിസ്സിംഗ് ഇൻ ദ ഇലുസ്ട്രേഷൻ. ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയമായിട്ട് ഗ്യാഷ്യസ് ബന്ധപ്പെട്ട ചിത്രീകരണത്തിൽ വിട്ടുപോയ ഗ്യാസുകളുടെ, വാതകങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ടേക്കൺ ഇൻ, ചെടികൾ വലിച്ചെടുക്കുന്നു. എന്നിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യും, പുറത്തേക്ക് വിടുന്നു. ഇനി റെസ്പിറേഷൻ, ശ്വസനത്തിൽ എങ്ങനെയാണ്? ഓക്സിജനെ സ്വീകരിക്കുന്നു, ടേക്കൺ ഇൻ ഓക്സിജൻ, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. സി ക്വസ്റ്റ്യൻ, വിച്ച് പിഗ്മെൻറ്റ് ഗീവ്സ് റെഡ് കളർ ടു റെഡ് സ്പിനാച്ച്. റെഡ് കളർ കൊടുക്കുന്നത് ആന്തോസയാനിൻ, റെഡ് സ്പിനാച്ചിന്. ചുവന്ന ചീരയിൽ പെട്ടതാണ്. അപ്പോൾ അതിന് റെഡ് കളർ കൊടുക്കുന്നത് ആന്തോസയാനിൻ. ഇനി നാലാമത്തെ ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ ഇലുസ്ട്രേഷൻസ് ഗിവൺ ബിലോ. പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്, ക്യാരീസ് ഹീറ്റ്, താപം വഹിക്കാനുള്ള കഴിവുണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. പിന്നെ അതിൻ്റെ എന്തൊക്കെയാണ് പ്രോപ്പർട്ടി? കളർലെസ് ആണ്, കളറില്ല. ടേസ്റ്റ്ലെസ് ആണ്, ടേസ്റ്റ് ഇല്ല. ട്രാൻസ്പെറൻ്റ് ആണ്, അതായത് വളരെ ലൈറ്റൊക്കെ ഇങ്ങനെ കടത്തിവിടുന്ന ട്രാൻസ്പെറൻറ്റ്. പിന്നെ അത് യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്. സോൾവെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മെറ്റീരിയൽസ്, സബ്സ്റ്റാൻസസ് ഈ വാട്ടറിൽ, വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്, ലയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻ്റ്. ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ആഫ്റ്റർ ഒബ്സർവിങ് ദ എക്സാമ്പിൾസ് ഗിവൺ. സബ്സ്റ്റൻസ് കൊടുത്തിട്ടുണ്ടല്ലേ, വാട്ടർ ലിക്വിഡാണ് ഫോം, ഐസ് സോളിഡാണ്, പിന്നെ ഗ്യാസ് ഏതാണ്? സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്ന് എഴുതാം. ഇനി വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്.
റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ് അല്ലാത്തത് കോൺക്രീറ്റിംഗ് യാർഡാണ്. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി, ദ പ്ലാന്റ്സ് സെലക്റ്റഡ് ബൈ എ ചൈൽഡ് ടു ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് റൂട്ട്സ് ആർ ഗിവൺ ബിലോ, ക്ലാസിഫൈ ദം സ്യൂട്ടബിളി. റൂട്ട്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് പ്ലാന്റ്സ് സെലക്ട് ചെയ്തു ഒരു കുട്ടി. അപ്പോൾ അത് ഏതൊക്കെയാണ് വരുന്നതെന്ന് 2 തരത്തിലാണ് തിരിക്കണത്. ടാപ്പ് റൂട്ട് പ്ലാന്റ്സും ഫൈബ്രസ് റൂട്ട് പ്ലാന്റ്സും. ടാപ്പ് റൂട്ടിൽ വരുന്നതാണ് മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ഗൂവ, അതായത് മാവ്, പ്ലാവ്, പേര. ഫൈബ്രസ് റൂട്ടിൽ വരുന്നതാണ് കോക്കനട്ട് ട്രീ, തെങ്ങ്, പുല്ല്, ഗ്രാസ്, പാഡി, ബാംബു കേട്ടോ ഈ തന്നിരിക്കുന്നതിൽ. ഇനി വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. ലീവ്സ് ഇലകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ടാപ്പ് റൂട്ടിൽ റെറ്റിക്കുലേറ്റ് വിനേഷനായിരിക്കും, ഒരു നെറ്റ്വർക്ക് പോലെ ആയിരിക്കും. ഫൈബ്രസ് റൂട്ട് പ്ലാന്റ്സിൽ പാരലൽ വിനേഷൻ, തെങ്ങോലകളൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതിൽ പാരലലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പെയർ ഡസ് നോട്ട് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ലീഫ് ആസ് മെൻഷൻഡ് എബവ്. ഇതിൽ ആൻസർ വരുന്നത് കൊളോക്കേഷ്യം, യാം. രണ്ടിനും ചേനയും, ചേമ്പ് കൊളോക്കേഷ്യ, യാം ചേന. ബോത്ത് ഹാവ് ടാപ്പ് റൂട്ട് ലൈക്ക് സ്റ്റോറേജ് റൂട്ട്സ് ആൻഡ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. രണ്ടിനും ടാപ്പ് റൂട്ട്സും റെറ്റിക്കുലേറ്റ് വെനേഷനായിരിക്കും. ഇനി ആറാമത്തെ ആക്ടിവിറ്റി, ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒബ്സർവ് ദ പിക്ചർ. ഒരു സൗരയൂഥത്തിൻ്റെ ഒരു പിക്ചറാണത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഗ്രൂപ്പ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് ഷോൺ ഇൻ ദ പിക്ചർ ആർ ഗിവൺ ബിലോ. റൈറ്റ് 2 more സ്റ്റേറ്റ്മെൻറ്റ്സ്. 2 സ്റ്റേറ്റ്മെൻറ്റും കൂടിയും എക്സ്ട്രാ എഴുതാൻ പറഞ്ഞിരിക്കുന്നതാണിത്. ഒന്ന്, സൺ ഈസ് ദ സെൻറ്റർ, സൂര്യനാണ് സെൻറ്ററിൽ. പിന്നെ ഓർബിറ്റ് ഈസ് ദ പാത്ത് ത്രൂ വിച്ച് ദ സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവ് എറൗണ്ട് ദ സൺ. ആകാശഗോളങ്ങൾ സൂര്യനെ ചുറ്റുന്ന സഞ്ചാരപാതയാണ് പരിക്രമണ പഥം. ഈ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്ന സഞ്ചാരപാതയാണ് പരിക്രമണ പഥം. അത് ഓർബിറ്റ് എന്ന് പറയും. ഓർബിറ്റ് ഈസ് ദ പാത്ത് ത്രൂ വിച്ച് ദ സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവ് എറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും ആകുന്നത് ഓർബിറ്റിലൂടെയാണ്. ഇനി അടുത്തത് 2 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലാനറ്റ്സ് റിവോൾവ് എറൗണ്ട് ദ സൺ ഇൻ ഫിക്സ്ഡ് ഓർബിറ്റ്സ്. ഫിക്സ്ഡ് കണ്ടോ, ഫിക്സ്ഡ് ഓർബിറ്റ്സിൽ കൂടെയാണ് ആ പറഞ്ഞിരിക്കുന്ന ആ പാത്തിൽ കൂടെ, ആ വഴി കൂടെ തന്നെയാണ് അവർ സൂര്യനെ വലം വയ്ക്കുന്നത്, സൂര്യൻ ചുറ്റും കറങ്ങുന്നത്. ദ സൺ ആൻഡ് ദ പ്ലാനറ്റ്സ് ടുഗദർ ഫോം ദ സോളാർ സിസ്റ്റം. രണ്ടും സണ്ണും പ്ലാനറ്റ്സും കൂടിയതാണ് സോളാർ സിസ്റ്റം. സി ക്വസ്റ്റ്യൻ, ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് കോൺസ്റ്റലേഷൻ. എന്താണ് ഇതിൻ്റെ ഈ നക്ഷത്രഗണത്തിൻ്റെ പേരെന്തെന്ന്? ഹണ്ടർ കേട്ടോ, വേട്ടക്കാരൻ, ഹണ്ടർ എന്നാണ്. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ സിറ്റുവേഷൻസ് ഗിവൺ ബിലോ. പൗഡേർഡ് സോൾട്ട് ഈസ് ആഡഡ് ടു ലൈം ജ്യൂസ്. അതായത് നാരങ്ങ വെള്ളത്തിൽ പൗഡേർഡ് സോൾട്ട്, പൊടിയുപ്പ് ചേർക്കുന്നു, ഇവിടെ കല്ലുപ്പ് ചേർക്കുന്നു. ക്രിസ്റ്റൽസ് ഓഫ് സോൾട്ട് ആർ ആഡഡ് ടു ലൈം ജ്യൂസ്. ഈ 2 സിറ്റുവേഷൻസിലും ഏതിലാണ് സോൾട്ട് ഡിസോൾവ് ക്വിക്ക്ലി? വൈ? എവിടെയാണ്? ഫസ്റ്റിലാണല്ലേ പെട്ടെന്ന് ലയിക്കുന്നത്. അത് കാരണം എന്താ? പൗഡേർഡ് സോൾട്ട് ഹാസ്, പൊടിയുപ്പിന് ചെറിയ പാർട്ടിക്കിൾസാണ്, ചെറിയ തരികളാണ്. ആൻഡ് മോർ സർഫസ് ഏരിയ, സോ ഇറ്റ് ഡിസോൾവ്സ് ഫാസ്റ്റർ. അതുകൊണ്ടാണിത് പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആവുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അതർ 2 ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദ സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ? വസ്തുക്കളുടെ വേഗത്തെ സ്വാധീനിക്കുന്ന മറ്റ് 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്പീഡ് ഓഫ് സൊല്യൂഷൻ ഏതൊക്കെയാണ്? ഒന്ന് ടെമ്പറേച്ചർ,
അതായത് ടെമ്പറേച്ചർ ചൂടാക്കിയാൽ പെട്ടെന്ന് ഇത് ഡിസോൾവ് ആവും. പിന്നെ ഷെയ്ക്ക് ചെയ്താൽ, സ്റ്റിർ ചെയ്താൽ, ഇളക്കിയാൽ കേട്ടോ, അപ്പോഴും ഇത് ആൻസറാണ്. ഇനി കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. സി ക്വസ്റ്റ്യൻ. വാട്ടറാണ് സെൻറ്ററിൽ കൊടുത്തേക്കുന്നത്. വാട്ടർ, അതിൻ്റെ ആരോ നോക്കിയേ, ആരോ ഇങ്ങോട്ട് പോയിട്ട് ഹീറ്റ് ചൂടാക്കുന്നു. വെള്ളം ചൂടാക്കിയാൽ അത് നീരാവിയാകുന്നു, സ്റ്റീം ആകുന്നു. വെള്ളം കൂൾസ് തണുപ്പിച്ചാൽ ഐസാകുന്നു.